പത്തനാപുരം MLA മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള KV ഗണേഷ് കുമാറിന് എത്ര പേരെ വേണമെങ്കിലും പ്രണയിക്കാം. ആ പ്രണയിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നതോടുകൂടി പത്തനാപുരത്ത് പുള്ളിക്ക് വോട്ട് കൂടുമെന്ന് പറഞ്ഞേക്കുന്നത്. എന്താണ് ഇതിലുള്ള യാഥാർത്ഥ്യം? രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിപ്പിക്കാതെ ഇപ്പം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വല്ല ആറന്മുളയിലോ പിന്നെ റാന്നിയിലോ അവിടെ നിർത്തി മത്സരിപ്പിച്ചിരുന്നെങ്കിൽ കോടികളെല്ലാം ഒരൊറ്റ സൈഡിലാകുമായിരുന്നു, തെക്കോട്ട് മാത്രം. ഗണേഷ് കുമാർ പറഞ്ഞതിനകത്ത് ഒരു കാര്യത്തിൽ അന്യായമായിട്ടൊന്നുമില്ല. 5000 പേരെയല്ല, 50,000 പേരെയല്ല, 5 ലക്ഷം പേരെ പ്രണയിക്കാൻ കഴിയുന്നത് വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അപ്പം ഇത് ഇവന് 5000 പേര് ഇവനാരെ കാമദേവനോ? ഗണേശനെ മന്ത്രിസഭയിൽ നിന്ന് അടിയന്തരമായി ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മാങ്കോഴിക്ക് പക്ഷേ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ അലർജിയാണ്, കുഞ്ഞുങ്ങളെ കൊന്നു കളയണം. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിഞ്ഞാൽ കൊന്നു കളയണം. മറ്റൊരു കുഞ്ഞുങ്ങളെ കൊല്ലണം എന്നൊന്നും പറയത്തില്ല, പക്ഷെ വളർത്താൻ തിരിഞ്ഞു നോക്കത്തില്ല, അവൻ 5 പൈസയും കൊടുക്കത്തില്ല. രാജമ്പ നമസ്കാരം. നമസ്കാരം. രാജമ്പ, ഇന്ന് രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് മാങ്കോഴി MLA പാലക്കാട് എത്തി. ഈ പാലക്കാട് എത്തിയ സമയത്ത് തന്നെയാണ് പത്തനാപുരത്ത് നിന്ന് വേറൊരു വാർത്ത വരുന്നത്. പത്തനാപുരം MLA മന്ത്രിയും ഒക്കെ ആയിട്ടുള്ള KV ഗണേഷ് കുമാറിന് എത്ര പേരെ വേണമെങ്കിലും പ്രണയിക്കാം. ആ പ്രണയിക്കുന്ന വാർത്തകൾ പുറത്തു വരുന്നതോടുകൂടി പത്തനാപുരത്ത് പുള്ളിക്ക് വോട്ട് കൂടുമെന്ന് പറഞ്ഞേക്കുന്നത്. എന്താണ് ഇതിലുള്ള യാഥാർത്ഥ്യം? ഉള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ തകിടം മറിയാതെ സൂക്ഷിക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. അതിന് UDF-നോടാണ് കടപ്പെട്ടിരിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെ അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിപ്പിക്കാതെ ഇപ്പം നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ വല്ല ആറന്മുളയിലോ പിന്നെ റാന്നിയിലോ അവിടെ നിർത്തി മത്സരിപ്പിച്ചിരുന്നെങ്കിൽ കോടികളെല്ലാം ഒരൊറ്റ സൈഡിലാകുമായിരുന്നു, തെക്കോട്ട് മാത്രം. വടക്കോട്ട് കോടികളില്ലാതാകുമായിരുന്നു. അപ്പോൾ കേരളത്തിൽ ഒരു ഇംബാലൻസ് ഉണ്ടാക്കുമായിരുന്നു. അത് പിന്നെ ഒരു കോഴി ഇംബാലൻസ്, അസന്തുലിതാവസ്ഥ ഉണ്ടാകുമായിരുന്നു. അവർ വളരെ വിശാല ഹൃദയത്തോട് കൂടിയിട്ട് പാലക്കാട് മത്സരിപ്പിച്ചു. അപ്പം മലബാറിൽ ഒരു കോടി UDF-ൻ്റെ വക, LDF-ൻ്റെ വക, കൊല്ലത്ത് ഒരു കോടി. കൊല്ലം പത്തനംതിട്ടയുടെ അടുത്ത് കിടക്കുന്ന ജില്ല തന്നെയാണ്. അപ്പം എന്തായിരുന്നാലും ആ കാര്യത്തിനകത്ത് കേരളം വളരെ ബാലൻസ് ഉണ്ട്. ഇനി ഈ നടുഭാഗത്ത് അവിടെ പിന്നെ ചില കോഴികളൊക്കെ ഉണ്ട്, എറണാകുളം തൃശ്ശൂരും ഒക്കെ കേന്ദ്രീകരിച്ചത്. ഇപ്പോൾ നമ്മളതിലേക്ക് പോകണ്ട. പക്ഷെ എന്തായിരുന്നാലും ഇതിനകത്തുള്ളൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് പോകുക എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്ന പരിപാടിയിൽ പ്ലക്കാർഡ് രാഹുലിൻ്റെ തിരിച്ചു വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ, രാഹുലിനെ തിരിച്ചു വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കരുതി എന്താണെന്നറിയോ? രാഹുൽ ഗാന്ധിയുടെ സമാധാനം ജബി പറഞ്ഞു കൊടുത്തു, നിങ്ങൾ AICC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കണം, എന്നിട്ട് കോൺഗ്രസിനെ രക്ഷിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥമൊന്നും മറ്റേ പറയാൻ പോയില്ല. കാരണം രാഹുൽ എന്നല്ലേ പറയുന്നുള്ളൂ. അപ്പോൾ രാഹുൽ ഗാന്ധി എഴുതി പുള്ളിയെ പറഞ്ഞാന്ന് എഴുതി. അതുകൊണ്ട് വലിയ ഇഷ്യൂ ഒന്നും ആയില്ല. അതായത് ഇവൻ തന്നെ പൈസ കൊടുത്ത് ഹാഫും വാങ്ങിക്കൊടുത്ത്, ബിരിയാണി വാങ്ങിക്കൊടുത്ത്, പിന്നെ 1000 രൂപയും കൊടുത്തിട്ട് ആൾക്കാരെ പറഞ്ഞയച്ചതാണ്. അവൻ്റെ ഓപ്പറേഷൻ അല്ല, ഷാഫിയുടെ ഓപ്പറേഷൻ ആയിരിക്കും അത്. അതിനാവാനാണ് സാധ്യത. ഇപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നത് ഗണേഷ് കുമാർ പറഞ്ഞതിനകത്ത് ഒരു കാര്യത്തിൽ അന്യായമായിട്ടൊന്നുമില്ല. 5000 പേരെയല്ല, 50,000 പേരെയല്ല, 5 ലക്ഷം പേരെ പ്രണയിക്കാൻ കഴിയുന്നത് വലിയ കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. പക്ഷെ ഒരേ സമയം ഒരുപാട് പേരോട് ഒരേ രീതിയിൽ എങ്ങനെ പ്രണയം നിലനിർത്തി കൊണ്ടുപോകാൻ, തുടർന്നുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയുന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇവിടെ നമ്മൾ യൂറോപ്യൻസിനെ അത് യഥാർത്ഥ പ്രണയമല്ല. യഥാർത്ഥ പ്രണയം ഒന്ന്, അല്ലെങ്കിൽ രണ്ടാമതൊരാളോടൊരു അട്രാക്ഷൻ, ക്രഷ് തോന്നാം എന്നുള്ളതാണ്. അത് മൂന്നാമത്തേലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കോഴിത്തരമായി തീർന്നു. 4ലേക്ക് എത്തുകയാണെങ്കിൽ അത് പിന്നെ ഭൂലോക കോഴിയായി മാറി എന്നുള്ളതാണ്. അപ്പം ഇത് പിന്നെ നമുക്ക് അട്രാക്ഷൻ തോന്നും. നമുക്ക് ആണായാലും പെണ്ണായാലും നമുക്ക് പിന്നെ ഒരാളോട് ചിലപ്പോൾ അയാളുടെ ഒരു ഐ കോണ്ടാക്റ്റിലായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ എന്തെങ്കിലും സംസാരത്തിലായിരിക്കും, ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ തീവ്രമായൊരു പ്രണയത്തിൽ നിൽക്കുമ്പോഴും വേറൊരാളോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നിയെന്ന് വരും, അട്രാക്ഷൻ. പക്ഷെ അതൊരിക്കലും പ്രണയത്തിൻ്റെ എലമെൻറ്റിലേക്ക് ഉണ്ടാവില്ല. ഇയാളായിരുന്നെങ്കിൽ മറ്റേ ആൾക്ക് പകരം എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കാണത്തുമില്ല. നമുക്ക് പകരം വെക്കാൻ പറ്റാത്ത ആളായിരിക്കും നമ്മളുടെ പ്രണയിനി അല്ലെങ്കിൽ നമ്മളുടെ കാമുകൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു പിന്നെ സങ്കല്പങ്ങൾ യൂറോപ്യൻസ് കാര്യത്തിൽ വളരെ വളരെ നല്ലവരാണ്. വേണ്ട ഫിലിപ്പിനോസ്, നമ്മൾ പറയുമല്ലോ, ഫിലിപ്പിനോസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രണ്ടുപേരും തമ്മിൽ കണ്ടു, ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന സമയത്ത് അവർ തമ്മിൽ വളരെ കമ്മിറ്റഡ് ആയിരിക്കും. അതായത് അവർ ഒരേ സമയം പലരുമായിട്ട് ബന്ധം ഉണ്ടാകത്തില്ല. ഒരാളുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ ആ ബന്ധം അത് അടിച്ചു പിരിയത്തുമില്ല. യൂറോപ്യൻസ് ആണെങ്കിൽ അത് സിൻസിയർ ആയിരിക്കും. ആ സമയത്ത് വേറെ ആളോടുണ്ടാവത്തില്ല. അഥവാ ഉണ്ടായാൽ തന്നെ അവരബദ്ധം പറ്റിയാൽ തുറന്നു പറയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹിലാരി ക്ലിൻ്റനോടും ലോകത്തോടും പിന്നെ ബിൽ ക്ലിൻ്റൺ മോണിക്ക ലെവിൻസ്കി ആയിട്ടുള്ള ബന്ധം തുറന്നു പറഞ്ഞ് മാപ്പപേക്ഷിച്ചത്. രണ്ടുപേരും തമ്മിൽ യോജിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ 498A സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ കേസ് കൊടുക്കാനൊന്നും നിൽക്കത്തില്ല. ജസ്റ്റ് വല്ല ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യും, ക്ഷയിക്കാണ്ട് എടുക്കും, പരസ്പരം ബെസ്റ്റ് ഓഫ് ലക്ക് പറയും, അത് കഴിഞ്ഞിട്ട് അങ്ങ് വിടും. അതിൽ നിന്നാണ് ഇത് മാറുന്നത്. ഇത് ഇവന് 5000 പേര്, ഇവനാരെ കാമദേവനോ? ഉമ്മൻചാണ്ടിയുടെ ശാപമാണ്. ഇവൻ ആ ഉമ്മൻചാണ്ടിയെ വേണ്ടാത്ത പറയാൻ പോയി, ചാണ്ടി ഉമ്മൻ്റെ അടുത്ത് ചൊറിയാനും പോയി. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഉമ്മൻചാണ്ടി ഇപ്പം എനിക്ക് സംശയം തോന്നുന്നുണ്ട്, ഉമ്മൻചാണ്ടിക്ക് എന്തോ പ്രത്യേക ശക്തി ഉണ്ടോ എന്നുള്ളത്. കാരണം അന്ന് തൊട്ട് ഇവൻ്റെ കഷ്ടകാലം തുടങ്ങി. ഇവൻ്റെ ഷോ ഓഫ് എന്തുമായിരുന്നു ഗണേശനെ മന്ത്രിസഭയിൽ നിന്ന് അടിയന്തരമായി ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പൗരൻ എന്ന രീതിയിൽ, മാധ്യമപ്രവർത്തകൻ എന്നൊന്നും അവകാശപ്പെടുന്നില്ല, ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ, ഈ നാട്ടിലൊരു വോട്ടർ എന്ന നിലയിൽ
ഗണേഷ് കുമാർ ഒരു നിമിഷം പോലും മന്ത്രിസ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് തെളിയിച്ചിരിക്കുക. ഇത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോട്ടാണ് ചെല്ലുന്നത്. വീട്ടിൽ ചെല്ലുമ്പം അധികം ജീവനക്കാരൊന്നും ഇല്ല, ബാക്കി കുറച്ച് പേരുള്ള 1-2 പേര് പുറത്തുണ്ട്. ഇവൻ്റെ ഭാര്യ ചെല്ലുന്നു. ഭാര്യയ്ക്കും അത് വേണം, കാരണം കുറേ പെണ്ണുങ്ങളെ വഴിയാധാരമാക്കിയാന്നുള്ളത് ഇവക്കറിയാം. എവിടെയൊക്കെ മക്കളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണേശനെ സർവേ നടത്തേണ്ടി വരും അതിന് പ്രത്യേകിച്ച്. പക്ഷെ അവൻ ഭ്രൂണം കത്തിക്കുന്ന ആരും പ്രേരിപ്പിച്ചിട്ടില്ല. അതാണ് അവനും രാഹുലും തമ്മിലുള്ള വ്യത്യാസം. കാരണം ഒരുത്തൻ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുക, വളർത്തത്തില്ല, നോക്കത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല, കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കൊടുക്കും. നീ അതിനെ കളയണം, അതിനെ എങ്ങനെ വളർത്തുന്നു എന്ന് ചോദിച്ചാൽ കാമുകിമാരോടോ അല്ലെങ്കിൽ മർദ്ദിക്കാനും പോകത്തില്ല. പിന്നെ എല്ലാം അവൻ കാമുകിമാരുമായിട്ടാണ് ബന്ധം ഉണ്ടാക്കിയിട്ടുള്ളത്. അവൻ മറ്റവനെ പോലെ ഈ അശുക്കളായിട്ടുള്ള പെൺപിള്ളാരെ കയറി സൗഹൃദത്തിന്റെ പേര് വിളിച്ചു വരുത്തിയിട്ട് ബലാത്സംഗം ചെയ്യാൻ പോയിട്ടില്ല. പിന്നെ അടിക്കുന്നത് അത് ഗണേശനുമുണ്ട്. യാമിനിയെ അടിച്ചതാണ്, ഇവളെ പക്ഷെ അടിക്കാൻ പറ്റിയിട്ടില്ല. ഇവളെ അടിച്ച വിവരം അറിയും. ഇവന്റെ സ്വത്തും കുറച്ച് ഇവള് സംഭവം മാറ്റിയിട്ടുണ്ട്, സംഭവം എല്ലാം മാറ്റിയിട്ടുണ്ട്. കാരണം ഇവന്റെ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞപ്പോൾ വളരെ പ്രിപ്പയർഡ് ആയിരുന്നു ഇവർ. ഇപ്പുറത്തെ പുള്ളിക്കാരി ഇപ്പൊ UDF ഒരു പ്രതിസന്ധിയിലേക്ക് പോകും. അതിന് LDF എന്ത് ചെയ്യണം? ആദ്യം ഇവനെ അടുത്ത ദിവസം തന്നെ മന്ത്രിസഭയിൽ രാജിവെക്കാൻ പറയണം. നീലലോഹിദാസ് നാടാര് പ്രകൃതി ശ്രീവാസ്തവ കാലുകൊണ്ട് ചവിട്ട് കൊട്ടിക്കഴിഞ്ഞാൽ നീലലോഹിദാസ് നാടാര് ആന ചവിട്ടിയ പോലെ ചതഞ്ഞു പോകും. അത്രയേ ഉള്ളൂ. അയാൾക്ക് ഇത്രയും വലിപ്പമേ ഉള്ളൂ. പ്രകൃതി ശ്രീവാസ്തവ എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യക്കാരിയാ. അയാളെ ഡബിൾ ഹൈറ്റ് ഉണ്ട്. ചേതാമേനോൻ്റെ അടുത്ത് പീതാംബരക്കുറുപ്പ് തോണ്ടാൻ പോയ പോലായി. പീതാംബരക്കുറുപ്പ് ഇത്രയേ ഉള്ളൂ, ചേതാമേനോൻ്റെ അരയറ്റേ ഉള്ളൂ. ചേതാമേനോൻ കാല് പടയ്ക്കൊരു ഒറ്റ അടി അടിച്ച് കഴിഞ്ഞാൽ പീതാംബരക്കുറുപ്പ് കായലിൽ കിടക്കും. അന്ന് വള്ളംകളി കിടക്കുന്ന സമയത്താണ്. പിന്നെ അതിനെ മുങ്ങി തപ്പി എടുക്കേണ്ടി വരും, പാതാളക്കാരിന് കൊണ്ടിട്ട്. പറഞ്ഞു വന്നത് പീതാംബരക്കുറിപ്പിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വന്നത്. അതിന് മുമ്പ് ഞാൻ പറഞ്ഞു വന്നത് ആരെ കുറിച്ചായിരുന്നു? നീലലോഹിദാസ് നാടാര്. നീലലോഹിദാസ് നാടാര് ഈ DFOയുടെ അടുത്ത് മോശമായിട്ട് പെരുമാറി. അതേപോലെ തന്നെ ഒരു IAS ഉദ്യോഗസ്ഥരുടെ അടുത്ത്, അത് അയാളുടെ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു, പിന്നീട് ചീഫ് സെക്രട്ടറി ആയിട്ട് വിരമിച്ചതാണ്. അവരുടെ ഭർത്താവ് അന്ന് IG ആണ്. അദ്ദേഹം പിന്നെ ADGP ആയിട്ടാണ് വിരമിച്ചത്. കാണാൻ വളരെ ശാലീന സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരെ നല്ല പ്രായത്തിലുമാണ്. വകുപ്പ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പം ഇയാൾ വരം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കാരണം വകുപ്പ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പിന്നെ പുള്ളിയുടെ സ്വകാര്യ സ്വത്താണ്. പുള്ളി കയറിയിട്ട് ലിപ് ലോക്ക് അങ്ങ് ചെയ്തു, ചുണ്ട് കടിച്ചു മുറിച്ചു. എന്നിട്ടാണ് നായനാരെടുത്ത് മന്ത്രിസഭയിൽ നിന്ന് പുറത്തിട്ടു, നീലിനെ അടുത്ത് പുറത്തിട്ടു. നീലം പിന്നെ നിയമസഭ കണ്ടിട്ടില്ല. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ ഇതിനകത്ത് ഞാൻ അതിൻ്റെ മെറിറ്റിലേക്ക് പോയി അന്വേഷിച്ച് പോയിട്ടുള്ള ആളാണ്. കാരണം എൽദോസ് കുന്നപ്പള്ളിയുടേത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ട്രാപ്പായിരുന്നു. അതായത് എൽദോ അതിനകത്ത് പെട്ടുപോയതാണ്. അതിനകത്ത് അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ബോധ്യപ്പെടുന്ന. പക്ഷേ UDF ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ മുകേഷിന് ഇനി സീറ്റില്ല. കൊല്ലത്തുനിന്ന് സീറ്റിന് നിഷേധിച്ചു. ഇയാളെ പിടിച്ചിട്ട് ഗണേശനെ സീറ്റ് കൊടുക്കാതിരിക്കുക. ഗണേശന് സീറ്റ് കൊടുക്കാതെ ഒന്നുകിൽ CPM തന്നെ ആ സീറ്റ് ഏറ്റെടുത്തിട്ട് ഒരു പൂസം തന്നെ നിർത്തുക. വേണ്ടാന്ന് കോൺഗ്രസിൽ നിന്ന് തന്നെ അവർക്ക് ആ അഡ്വക്കേറ്റ് സജുഖാൻ അങ്ങനെ എടുക്കലാ. ഇവനെ അല്ലെങ്കിൽ വലിച്ചിട്ട് സ്വതന്ത്രമായിട്ടങ്ങ് നിർത്തിയാൽ മതി. CPM സ്ഥാനാർത്ഥിയായിട്ട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ടങ്ങ് നിർത്തിയാൽ മതി അഡ്വക്കേറ്റ് സജുഖാനെ. ഗണേഷ് അവിടെ കിടന്ന് തല കുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പോൾ NSSുമായിട്ട് തെറ്റിയിട്ടുണ്ട്. പിന്നെ എനിക്ക് 5000 പേരുമായിട്ട് ബന്ധമുള്ളതെന്ന് പറയുമ്പോൾ ഈ ബന്ധമുള്ള ഓരോ പെണ്ണുങ്ങളും എന്താ കരുതിയേക്കുന്നത്? ഞാനുമായിട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ലേ കരുതുന്നത്. ഇത് സംഭവം എന്താ വെച്ചാൽ പുള്ളിക്കാരി വീട്ടിലോട്ട് കയറി ചെന്നപ്പം അപ്രതീക്ഷിതമായിട്ടാണ് ചെല്ലുന്നത്. വാതിലോടുന്ന് കയറിയപ്പോൾ തന്നെ സഹായി തടയാൻ ശ്രമിച്ചു. അപ്പോൾ ബെഡ്റൂമിൻ്റെ വാതിൽ പോലും പൊട്ടൻ ലോക്ക് ചെയ്തിട്ടില്ല. വാതിലോടുന്ന് ഇവള് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ വാതിലോടുന്ന് കയറിയപ്പോൾ ഉണ്ട് ഇവള് നോക്കുമ്പം ഭർത്താവ് ഷോക്കേറ്റ് പിടയുന്നു, കട്ടിലയിൽ ഷോക്കേറ്റ് പിടയുന്നു. അപ്പോൾ പെട്ടെന്ന് ഓടി ചെന്നൊരു വിറവും കൊള്ളി എടുത്ത് അടിച്ചു. കാരണം ഷോക്കേറ്റ് പറഞ്ഞാൽ വിറവും കൊള്ളി എടുത്ത് അടിക്കണമെന്നാ. അടിച്ചപ്പോൾ ഉണ്ട് അതിൻ്റെ അടിയിൽ നിന്ന് ഒരു പെണ്ണിറങ്ങി ഓടിപ്പോകുന്നു. അപ്പോഴാണ് മനസ്സിലായത്, ഫേസ്ബുക്കിനകത്തൊരു പോസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോഴാണ് മനസ്സിലായത് ഷോക്കടിച്ച് കിടന്നതല്ല, ഇത് വേറെ ഏർപ്പാടായിരുന്നു എന്നുള്ളത് മനസ്സിലായത്. എന്തായാലും വേറെ ഒന്നിനും പോയില്ല. പുള്ളിക്കാരി നേരെ ശ്രീലേഖ IPS അവരുടെ റിലേറ്റീവാണ്, അവരെ അറിയിച്ചു. 112 വിളിച്ച് അറിയിച്ചു. കാര്യങ്ങൾ ഇപ്പം അറിയാൻ ഇനി ആരും ബാക്കിയില്ലാത്തത് കൊണ്ടാണ്. എനിക്ക് 5000 പേരുമായിട്ട് ബന്ധമുണ്ട്, 5000 പേരുമായിട്ട് പ്രണയമുണ്ടെന്നാണ്. പ്രണയമല്ലെന്നേ കാമവാസിബി. ഇതിന് പ്രണയം എന്ന് പറയുന്നത്, പ്രണയവും കാമവും തമ്മിൽ എത്രയോ വ്യത്യാസമുണ്ട്. മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഇത് മാത്രമാണ് അസുഖം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാരെ 2 പേരെ മൂത്രമൊഴിക്കുന്ന സാധനം കട്ട് ചെയ്ത് കളയണം എൻ്റെ അഭിപ്രായത്തിൽ. മാങ്കോഴിക്ക് പക്ഷേ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെ അലർജിയാണ്, കുഞ്ഞുങ്ങളെ കൊന്നു കളയണം. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക പ്രായം എത്തിക്കഴിഞ്ഞാൽ കൊന്നു കളയണം. മറ്റൊരു കുഞ്ഞുങ്ങളെ കൊല്ലണമെന്നൊന്നും പറയത്തില്ല, പക്ഷേ വളർത്താൻ തിരിഞ്ഞു നോക്കത്തില്ല. അവൻ 5 പൈസയും കൊടുക്കത്തില്ല. കുഞ്ഞുങ്ങളെ നീ പ്രസവിച്ചോ, നീ എന്തേലും അയക്കോ, നിങ്ങൾ ജീവിക്കുകയോ ചാകുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇതിനകത്ത് CPMൻ്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടായിട്ടുള്ള നിലപാടുകൾ അത് സമീപകാലത്താണ് കുറച്ച് വെള്ളം ചേർന്ന് പോയത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് മുകേഷിന് സീറ്റ് കൊടുക്കാതിരിക്കുമ്പം കുറച്ച് പ്യൂരിഫിക്കേഷൻ നടക്കും. പിന്നെ ഉള്ളത് തീവ്രത കുറഞ്ഞ പീഡനം അപ്പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് കുടുങ്ങുകയും ചെയ്യും. CPM ഒന്നും കൂടെ സേഫായി. ഗണേശന് സീറ്റ് കൊടുക്കാതിരുന്നാൽ ഇനിയിപ്പോൾ ആ സീറ്റ് പിടിക്കാൻ കിട്ടില്ല. UDF എടുത്താലും ശരി അവർക്ക് രാഷ്ട്രീയ വിശുദ്ധിയുടെ പേരിലുള്ള ധാർമ്മികതയുടെ പേരിലുള്ള വോട്ട് ചോദിക്കാം. ഗോപി കോട്ടമുറിക്കൽ CPMൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു, സംസ്ഥാന കമ്മിറ്റി നേതാവായിരുന്നു. ഒരു പരാതിക്കാരിയില്ല. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ളൊരു ബന്ധമാണ്. അത് പാർട്ടി ഓഫീസിൽ നിന്ന് കുറച്ച് രാസലീല ഉണ്ടായിപ്പോയി എന്നുള്ളത്, ലീലാവിലാസങ്ങൾ ഉണ്ടായിപ്പോയി എന്നുള്ളത് മറ്റുള്ളവരെ ശ്രദ്ധയപ്പെട്ടു.
പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്വത്തിലേക്ക് തരം താഴ്ത്തി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ആദ്യം. അത് കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു കൊണ്ടുവന്നു. അതേപോലെ തന്നെ DYFയുടെ നേതാവ് വൈശാഖൻ തൃശ്ശൂരിൽ നിന്ന് ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഒരു ചെറിയ അലിഗേഷൻ വന്നതേ ഉള്ളൂ. പോലീസ് കേസില്ല, പരാതിയില്ല, പരാതിക്കാരില്ല, ഒന്നുമില്ല. ഏതെങ്കിലും കോൺഗ്രസ്സുകാർക്ക് പറയാൻ പറയുമോ ഇന്ന പെൺകുട്ടിക്ക് പരാതി ഉണ്ടെന്ന്? ഇല്ല, ഒന്നുമില്ല. ഏതെങ്കിലും ഓഡിയോ പുറത്ത് വന്നോ, എന്തെങ്കിലും വന്നോ? ഒന്നുമില്ല. പിന്നെ KPCCക്ക് മെയിൽ പോയോ? ഒരു പരാതിയും പോയില്ല. പക്ഷേ അത് വിവരം അറിഞ്ഞു, വൈശാഖനെ നടപടി എടുത്ത് കുറച്ചു കാലം പുറത്ത് നിർത്തി, ഇല്ലേ? അതേപോലെ തന്നെ P ശശിക്കെതിരായിട്ടുള്ള വിഷയത്തിനകത്ത് ഏതെങ്കിലും പരാതിക്കാരുണ്ടോ? ആരെങ്കിലും പറഞ്ഞു എന്നെ പീഡിപ്പിച്ചു എന്ന്? ഒരു പരാതിയില്ല, ഒരു പരാതിക്കാരും ഇല്ല, ഒരു സ്റ്റേഷനിലും പരാതിയില്ല, ഒരു ഇമെയിലും ഇല്ല, ഒന്നുമില്ല. ഒരു മാധ്യമങ്ങളുടെ മുമ്പിലും ആരും ഒന്നും കൊടുത്തിട്ടില്ല, ഒരു ഓഡിയോയും ലീക്കായിട്ടില്ല, ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തെ മാറ്റി നിർത്തി. അദ്ദേഹത്തിൻ്റെ കൊലപാതക കുറ്റത്തിന് എത്ര വർഷമാണ്? ജീവപര്യന്തം തടവെന്ന് പറഞ്ഞാൽ 8 വർഷം കഴിയുമ്പോൾ പുറത്തിറങ്ങാം. ഇദ്ദേഹം കുറേ വർഷം പുറത്തു നിന്നു, പിന്നീട് അദ്ദേഹത്തിൻ്റെ കാലിബറോട് തിരിച്ചു വന്നു. അതേസമയം അവിടെ പാർട്ടിക്കകത്ത് ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ തന്നെ നടപടി എടുക്കുമ്പോൾ ഇപ്പുറത്ത് എന്താ സംഭവിക്കുന്നത്? ഷാഫി പറമ്പിലിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പലരും പറഞ്ഞിട്ടുണ്ട്. സജന ബി ഷാജൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹി എന്താ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞു? എല്ലാവർക്കും അറിയാം. ഷാഫിയുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഷഹനാസ് പറഞ്ഞു, ഷഹനാസിൻ്റെ ഗുണം ദോഷം മാറ്റി നിർത്ത്. ഷഹനാസ് പറഞ്ഞത് ഷാഫി വാദം തുറക്കട്ടെ എന്ന് പറഞ്ഞു. ഷാഫി ഇതുവരെ വാദം തുറന്നിട്ടില്ല. ഷാഫിനെ ശ്രദ്ധപ്പെടുത്തുമ്പോൾ അതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട, അത് സോൾവ്. മറ്റവന് പെണ്ണ് കൂട്ടി കൊടുക്കലാണ് ഇവൻ്റെ പണി, ഇവൻ്റെ താല്പര്യത്തിന് വഴങ്ങലാണ് മറ്റവൻ്റെ പണി എന്നുള്ള രീതിയിലേക്ക് തന്നെ അത് തന്നെ വീണ്ടും പറയും. ഇവന്മാർ എന്ത് ലൈഫ് ത്രെട്ട് പറഞ്ഞാലും, ഇവർ കഴിഞ്ഞ ദിവസമൊക്കെ ഇരുന്നിട്ടുള്ള ഗൂഢാലോചന നടത്തുന്നുണ്ടല്ലോ, എന്ത് പറഞ്ഞാലും വീണ്ടും പറയും. അവരെ ഭീഷണിപ്പെടുത്തലോടെ നിർത്തണ്ടേ? അവർ സ്വയം തിരുത്തി നന്നായി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നേ. മനുഷ്യൻ തെറ്റുപറ്റാത്തവരാരുമില്ല. അവർ തിരുത്തി അവരുടെ ഒരു അഗ്നിശുദ്ധി വരുത്തി അവർ ഈ തെറ്റുകൾ മേലാൽ ആവർത്തിക്കാത്ത രീതിയിൽ അതിന് പ്രായശ്ചിത്തം ചെയ്ത് മുന്നോട്ടുള്ള വഴിയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, അല്ലാതെ ആൾക്കാരെ പൊട്ടന്മാരാക്കി കണ്ണിപ്പൊടിയിരുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളും നിർത്തത്തൊന്നുമില്ല. വാണി പ്രയാഗ് എന്ന് പറയുന്ന പെൺകുട്ടി, അതും പിന്നെ ഇവൻ്റെ അടുത്ത പരാതി കൊടുത്തേക്കുന്ന ഷാഫി പറമ്പിലിൻ്റെ അടുത്ത് വന്നിട്ടൊന്നും ഒരു കാര്യത്തിലും മൈൻഡ് ചെയ്തിട്ടില്ല. അതേസമയം തിരിച്ചു ശ്രദ്ധിച്ച് നോക്കും, ഇവിടെ ഏതെങ്കിലും സൈബർ ഇടതുമുന്നണിയുടെ ഫാൻസ് വന്നിട്ട് ഏതെങ്കിലും അമ്മായിമാർ വന്നിട്ട് ഗണേശ് എൻ്റെ ചങ്കാണ്, ഗണേശ് അങ്ങനെയാണ്, ഗണേശ് മോനെ തിരിച്ചു വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ക്യാമ്പയിൻ ഒന്നുമില്ല. ഒരു ഇടതുമുന്നണിയുടെ ഒരൊറ്റ പ്രവർത്തകൻ ഗണേശനെ ന്യായീകരിച്ച് പോസ്റ്റ് ഇട്ടിട്ടില്ല. കൊല്ലംകാർക്ക് മുഴുവൻ ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഗിന്നസ് ബുക്കിലും പേരിട്ടുള്ള കഴിഞ്ഞ ദിവസം ബിന്ദുകൃഷ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ മത്സരിച്ച് തോറ്റുവിട്ട് റെക്കോർഡ് വരണം എന്ന് പറഞ്ഞ പോലെ ഗണേഷ് കുമാറിന് ലോകത്ത് ഏറ്റവും കൂടുതൽ മക്കളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. അതാണ് രസം. ഇവനെ KSRTC ഇവിടെ മന്ത്രിയല്ല ആക്കണ്ടേ, ഇവനെ ശിശുക്ഷേമ വകുപ്പിന്റെ പിന്നെ ചുമതല ഏൽപ്പിക്കണം. കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നില്ല, നോക്കത്തില്ല. അതാണ് എൻ്റെ പ്രശ്നം. പക്ഷെ കുന്നുകളെത്തൊന്നുമില്ല, അതില്ല. രാഹുലിന്റെ കേസ് തന്നെ അതിജീവിതയുടെ ഓഡിയോ നമ്മൾ കേട്ടതാ. ഞാൻ നോക്കിക്കൊള്ളാം എന്നാ പറയുന്നത്. നീ എങ്ങനെ വളർത്തും? ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കൊള്ളാം, താൻ അറിയണ്ട, തന്നെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല എന്നാണ് പറയുന്നത് ആ പെൺകുട്ടി പറയുന്നത്. പക്ഷെ അവൻ അത് പിന്നെ പെൺകുട്ടിയുടെ അടുത്ത് പിന്നെ ട്രാപ്പിലാക്കിയിട്ട് മരുന്ന് കൊടുത്ത് ആ കുഞ്ഞിനെ കൊന്നുകളയുന്നത്. മറ്റവൻ കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്നു, ഇവൻ കുഞ്ഞുങ്ങളെ കൊല്ലാതെ കൊല്ലുന്നു. ജീവിക്കാൻ മാർഗ്ഗമില്ലാത്ത രീതി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ സ്ഥിതിയിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ കറുത്ത പാടുകൾ ഓരോന്നായിട്ട് എടുത്ത് മാഞ്ഞു പോവുകയാണ്. ക്യാൻസർ വന്ന ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മുറിച്ച് കളഞ്ഞ് മുകേഷിനെ കട്ട് ചെയ്യുന്നു, ഗണേശനെ കട്ട് ചെയ്യുന്നു, പിന്നെ തീവ്രത കുറഞ്ഞത് പോകുന്നു. ഇങ്ങനെയൊക്കെ പോയി കഴിയുമ്പം അപ്പുറത്ത് പിന്നെ മാങ്കോഴി ചുറ്റിപ്പറ്റി നിൽക്കുക. മാങ്കോഴി ഇപ്പോഴും ചുറ്റിപ്പറ്റി നിൽക്കുക. ഇറക്കി വിട്ടാലും പോകത്തില്ലെന്നേ. വീട്ടിൽ നിന്ന് ആട്ടി ഇറക്കി, എന്നിട്ട് മതിലിനരികിൽ ഇങ്ങനെ പോയി നിൽക്കുക. എന്നിട്ട് പത്രക്കാർ വരുമ്പോഴൊക്കെ വീട്ടുകാരൻ്റെ മാതിരി ആൾക്കാരെ വിചാരം ഇവനാ വീടിൻ്റെ കാര്യസ്ഥനാ. എന്നിട്ട് കോൺഗ്രസിൻ്റെ കാര്യത്തെക്കുറിച്ച് എല്ലാ അഭിപ്രായം പറയാം, വയറ്റി കൊടുക്കുക മാധ്യമങ്ങൾക്ക് മുഴുവൻ. എന്തോ ഒന്ന് ആലോചിച്ച് വെക്കണം. ഓടിച്ച് വിട്ടതാ. ആദ്യം സസ്പെൻഡ് ചെയ്ത് പിന്നെ എടുത്ത് പുറത്തിട്ടോൻ രാവിലെയും വൈകുന്നേരവും പിന്നെ വീട്ടിൽ പോകാതെ അവിടെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഗേറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുക. ആരെങ്കിലും ഒന്ന് വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട്. ഒരു പട്ടിയും വിളിക്കാൻ പോകുന്നില്ല, അവനെ തിരിച്ചെടുക്കാനും പോകുന്നില്ല, അവനങ്ങനെ പാലക്കാട് പോയിട്ട് നിൽക്കാമെന്നുള്ള ആഗ്രഹം നടക്കത്തില്ല. പക്ഷേ പത്തനാപുരത്ത് ഇനി ഗണേഷ് കുമാറിനെ നിർത്തരുത്, ഗണേഷ് കുമാറിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ CPM അതിന് കനത്ത ഉറവ് കൊടുക്കേണ്ടി വരും. 2 മാസം കൂടെ മന്ത്രിസഭയുള്ളൂ, പിന്നീട് അതും കാവൽ ആയിട്ടാണ് വരിക. അതുകൊണ്ട് അതിന് നിൽക്കാതെ ഏറ്റവും അടിയന്തരമായി ഇത്രയും മോശപ്പെട്ട ഒരാളുടെ രാജി മേടിക്കുകയും ആ വകുപ്പ് മറ്റാരെങ്കിലും തൽക്കാലം ഏൽപ്പിക്കുകയും അതുകൊണ്ട് ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വിടാനൊന്നും പോകുന്നില്ല. അല്ലെങ്കിൽ വകുപ്പ് സെക്രട്ടറിമാർ തന്നെ കൈകാര്യം ചെയ്യാൻ എടുക്കല. അപ്പം ഏൽപ്പിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഇടതുമുന്നണിക്ക് ക്ഷീണമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, ഇവരെ മാറ്റിക്കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പൊതുസ്വതന്ത്രനെ അല്ലെങ്കിൽ സജീവകാരെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ലൊരു പിന്നെ CPM-ൻ്റെ തന്നെ കാൻഡിഡേറ്റിനെ അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പത്തനാപുരത്ത് ജയിക്കുന്നതും തോക്കുന്നതും രണ്ടാമത്തെ കാര്യം. കാരണം അപ്പുറത്ത് നിൽക്കാനുള്ളത് ജ്യോതികുമാർ ചാമക്കാലയാണ്. ആ സീറ്റ് ജ്യോതികുമാർ ചാമക്കാലയൊക്കെ സുഖമായിട്ട് തോപ്പിച്ച് വേണമെങ്കിൽ ഇടതുമുന്നണിക്ക് നിലനിർത്താൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അത് അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ കാലത്തോടെ ചെയ്യുന്ന അനീതിയാണ്.